മാംസം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളെയല്ലേ വേശ്യ എന്ന് വിളിക്കുന്നത്? പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വേശ്യ എന്ന പദത്തിന് ഒരു പുല്ലിംഗ പദം ഇല്ലാത്തത് എന്ന്. വേശ്യ എന്നത് ഒരു സ്ത്രീലിംഗ പദമാണെന്നുള്ള നമ്മുടെ ചിന്താഗതിയാണ് അതിന് കാരണം. മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ഒരു വാക്യം മാത്രമാണത്. അത് ആണിനെയും വിളിക്കാം, പെണ്ണിനെയും വിളിക്കാം. വേശ്യകൾ തമ്മിലാണ് ഇണചേരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ആൻഷൈൻ തോമസ് എഴുതിയ ഏഴാം ഭ്രാന്തൻ എന്ന ഈ പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയ കാര്യം, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർക്ക് പറയാനുള്ള കഥകളും വ്യത്യസ്തമാണ്. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും അടിസ്ഥാനപരമായി ഭ്രാന്ത് എന്നൊരു ചിന്തയുണ്ട് എന്നതാണ്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ പുസ്തകം മോശമാണെന്ന് ആദ്യമേ കരുതരുത്. എഴുത്തുകാരനോളം വായനക്കാരൻ്റെ ചിന്ത ഡെവലപ്പായിട്ടില്ല എന്ന് സ്വയം തിരിച്ചറിയാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിലെ ഓരോ വരിയും അറിവാണ്. നമ്മുടെ ഉള്ളിലെ കുറേ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ്. ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ തോന്നലിനെ, ആ തോന്നലിനപ്പുറം അതിന് വേറെയും ചിന്തയുടെ തലങ്ങളുണ്ട് എന്ന് ഈ പുസ്തകം നമ്മൾ ഓർമ്മിപ്പിക്കും. ഈ പുസ്തകത്തിൽ അഗാധമായ കഥകളില്ല, കണ്ണു നനയിക്കുന്ന പ്രണയമോ സൗഹൃദമോ ഒന്നുമില്ല. ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കുറച്ച് തിരിച്ചറിവുകൾ മാത്രമാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഒരു വായനക്കാരൻ്റെ ചിന്തയെ കൂടുതൽ സമ്പന്നമാക്കുന്നതെന്ന്. ഏഴാം ഭ്രാന്തൻ തീർച്ചയായിട്ടും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു.